ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം തൃതീയ സ്കന്ധം 23-ാമത്തെ അധ്യായം 7-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അതുവരെയുള്ള ഭാഗങ്ങളൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ തൃതീയ സ്കന്ധേ അഥ ത്രയോവിംശോऽധ്യായഃ. മൈത്രേയ ഉവാച പിതൃഭ്യാം പ്രസ്ഥിതേ സാധ്വീ പതിമിംഗിത കോവിദ നിത്യം പര്യചരൽ പ്രീത്യ ഭവാനീവ ഭവം പ്രഭും വിശ്രംഭേണാത്മശൗചേന ഗൗരവേണ ദമേന ച ശുശ്രൂഷയാ സൗഹൃദേന വാചാ മധുരയാ ച ഭോ വിസൃജ്യ കാമം ദംഭം ച ദ്വേഷം ലോഭമഖം മദം അപ്രമത്തോദ്യതാം നിത്യം തേജീയാം സമദോഷയത്. സ വൈ ദേവർഷിവര്യസ്താം മാനവീം സമ അനുവ്രതാം ദേവാദ്ഗരീയസ പത്യുർ ആശാസാനാം മഹാശിഷഃ കാലേന ഭൂയസാ ക്ഷമാം കർഷിതാം വ്രതചര്യയാ പ്രേമഗദ്ഗതയാ വാചാ പീഡിതകൃപയാ ബ്രവീത്. കർദമ ഉവാച തുഷ്ടോഹമദ്യ തവ മാനവമാനദായാഃ ശുശ്രൂഷയാ പരമയാ പരയാ ച ഭക്തിയാ യോ ദേഹിനാമയമതീവ സുഹൃൽ സ്വദേഹോ നാവേക്ഷിതഃ സമുചിതഃ ക്ഷപിതും അദർത്ഥേ. യേ മേ സ്വധർമ്മനിരതസ്യ തപസ്സമാധി വിദ്യാത്മയോഗ വിജിതാ ഭഗവത്പ്രസാദാഃ താനേവ തേ മദനുസേവനയാ വരുദ്ധാൻ ദൃഷ്ടിം പ്രപശ്യ വിതരാമ്യഭയാൻ അശോകാൻ. അടുത്തത് 8-ാമത്തെ ശ്ലോകം. അന്യേ പുനർ ഭഗവതോ ധ്രുവ ഉദ്വിജൃംഭ വിഭ്രംശിതാർത്ഥരചനാഃ കിമുരുക്രമസ്യ സിദ്ധോസി ഭുങ്ക്ഷ്വ വിഭവാൻ നിജധർമ്മദേഹാൻ ദിവ്യാൻ നരേർദുരധികാൻ നൃപവിക്രിയാഭിഃ. അപ്പൊ ഇവിടെ പറയണത് അന്യേ പുനർഭഗവതോ. അപ്പൊ എനിക്ക് കിട്ടിയിട്ടുള്ള ആ ഭഗവാന്റെ കൃപകളെ ഒക്കെ ഞാൻ കാണിച്ചു തരാം. നിനക്ക് ദിവ്യദൃഷ്ടി തന്നിട്ട് ആ ദിവ്യദൃഷ്ടി കൊണ്ട് ആ കൃപാകടാക്ഷങ്ങളെ നിനക്ക് കാണിച്ചു തരാനാവും എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. ദൃഷ്ടിം പ്രപശ്യ അഭയാൻ അശോകാൻ. എനിക്ക് എങ്ങനെയാണ് എപ്രകാരമാണോ ആ അഭയം ലഭിച്ചത്, ഇല്ലെങ്കിൽ അശോകം എന്ന അവസ്ഥ, ശോകമില്ലാത്ത അവസ്ഥ ലഭിച്ചത്, അപ്രകാരമുള്ള ആ ഭഗവാന്റെ കരുണാകടാക്ഷങ്ങളെ കുറിച്ച് നിനക്ക് മനസ്സിലാക്കാൻ ഉള്ള ദിവ്യദൃഷ്ടി ഞാൻ നിനക്ക് സമ്മാനിക്കാം പറഞ്ഞു. അപ്പൊ അന്യേ പുനർഭഗവതോ, അങ്ങനെ മറ്റെന്തെങ്കിലും തരികയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെ ക്ഷണികങ്ങളായിരിക്കും എന്നാണ്. ഭുവ ഉദ്വിജൃംഭ വിഭ്രംശിതാർത്ഥരചനാ കിമുരുക്രമസ്യ. ഭഗവാന്റെ ആ പുരികക്കൊടികളുടെ ചലനത്താൽ എല്ലാ മനോരഥങ്ങളും നശിക്കും. സിദ്ധാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ധാസി ഭുങ്ക്ഷ്വ വിഭവാൻ നിജധർമ്മ ദോഹാൻ ദിവ്യാൻ നരൈർദുരധികാൻ നൃപവിക്രിയാഭിഃ. അന്യേ പുനർഭഗവതോ ഭ്രുവ ഉദ്വിജൃംഭ വിഭ്രംശിതാർത്ഥരചനാഃ കിമുരുക്രമസ്യ. ഭഗവാന്റെ ആ പുരികക്കൊടികളുടെ അനക്കം കൊണ്ട് സകലവിധ മനോരാജ്യങ്ങളും ഇല്ലാതെയാവും. സിദ്ധാസി, അവിടുന്ന് സിദ്ധയായിരിക്കണു ഇത് കാണാൻ കഴിഞ്ഞാൽ. ഭുങ്ക്ഷ വിഭവാൻ നിജധർമ്മദോഹാൻ ദിവ്യാൻ നരൈർദുരധികാൻ നൃപവിക്രിയാസി.
പതിവ്രതാധർമ്മ പരിപാലനത്താൽ നീ സിദ്ധയായിരിക്കുന്നു, അതിൻ്റെ ഫലം നീ അനുഭവിച്ചാലും എന്ന് പറയുകയാണ്. അത് സാധാരണക്കാർക്ക് പ്രാപ്യമല്ലാത്തതാണ്. ദുരധികാൻ, സാധാരണക്കാർക്ക് പ്രാപ്യമല്ലാത്ത ആ അതിശയമായിരിക്കുന്ന ആ ഭഗവാന്റെ ആ കൃപാകടാക്ഷങ്ങളെക്കുറിച്ച് നിനക്ക് കാണാനാവും എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത്. അപ്പോൾ ഇതിലത്തെ പദങ്ങൾ നോക്കാം നമുക്ക്. സിദ്ധ അസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭവതി സിദ്ധയാകുന്നു. പുനഃ അന്യേക്കും, പിന്നെ വേറെ എന്താ ഉള്ളത്, അതല്ലേ വേണ്ടതെന്നർത്ഥം. ഭഗവതഃ, ഭഗവാനായ ഉരുക്രമസ്യ, ആ വിഷ്ണു ഭഗവാന്റെ ഭ്രുവഃ, ആ പുരികക്കൊടിയുടെ ഉദ്വിജൃംഭ വിഭ്രംശിത അർത്ഥരചനാഹ, ആ ചലനത്താൽ മാത്രം ഭ്രഷ്ടമാക്കപ്പെടുന്ന മനോരാജ്യത്തോടു കൂടിയ ഉള്ളവയാണവ. നരൈഹി, ജനങ്ങളാൽ, നൃപ വിക്രിയാഭിഹി, രാജാവെന്നുള്ള ആ നാട്യങ്ങൾ കൊണ്ട്, ദുരധിഗമാൻ, ആ ദുഷ്പ്രാപ്യങ്ങളും, ദിവ്യാൻ, ദിവ്യങ്ങളും, നിജധർമ്മദേഹാൻ, സ്വന്തം ധർമ്മത്താൽ പ്രാപ്യങ്ങളും ആയിട്ടുള്ള, വിഭവാൻ, ഭോഗങ്ങളെ, ഭുങ്ക്ഷ്വ, അനുഭവിച്ചാലും. അപ്പോൾ ഒന്നുകൂടി നോക്കാം. സിദ്ധ അസി, ഭവതി സിദ്ധയാകുന്നു. പുനഃ അന്യേക്കും, പിന്നെ വേറെ എന്തുണ്ട്. ഭഗവതഃ, ആ ഭഗവാനായിരിക്കുന്ന ഉരുക്രമസ്യ, ആ വിഷ്ണു ഭഗവാന്റെ ഭ്രുവഃ, ആ പുരികക്കൊടിയുടെ ഉദ്വിജൃംഭ വിഭ്രംശിതാർത്ഥരചനാ, ആ ചലനത്താൽ മാത്രം ഭ്രഷ്ടമാക്കപ്പെടുന്ന മനോരാജ്യത്തോടുകൂടിയുള്ളവയാണ് അവ. നരൈഹി, ജനങ്ങളാൽ, നൃപ വിക്രീഭിഹി, ആ രാജാവെന്നുള്ള നാട്യങ്ങൾ കൊണ്ട്, ദുരധിഗമാൻ, ദുഷ്പ്രാപ്യങ്ങളും, ദിവ്യങ്ങളും, നിജധർമ്മദേഹാൻ, സ്വന്തം ധർമ്മത്താൽ പ്രാപ്യങ്ങളും ആയിട്ടുള്ള, വിഭവാൻ, ആ ഭോഗങ്ങളെ, ഭുങ്ക്ഷ്വ, അനുഭവിച്ചാലും എന്നുള്ള പറയുന്നത്. അപ്പൊ അതിലത്തെ അന്വയം വരുന്നത് സിദ്ധ അസി പുന അന്യേക്കും ഭഗവതഃ ഉരുക്രമസ്യ ഭ്രുവഃ ഉദ്വിജൃംഭ വിഭ്രംശിതാർത്ഥരചനാഃ നരൈഃ നൃപ വിക്രീഭിഃ ദുരധിഗമാൻ ദിവ്യാൻ നിജധർമ്മദേഹാൻ വിഭവാൻ ഭുങ്ക്ഷ്വ. ഒന്നുകൂടി പറയാം. സിദ്ധാ അസി പുന അന്യേകിം ഭഗവതഃ ഉരുക്രമസ്യ ഭ്രുവഃ ഉദ്വിജൃംഭ വിഭ്രംശിതാർത്ഥരചനാഃ നരൈഃ വിക്രീഭിഃ ദുരധിഗമാൻ ദിവ്യാൻ നിജധർമ്മദേഹാൻ വിഭവാൻ ഭുങ്ക്ഷ്വ. അതായത് ഭവതി സിദ്ധയാകുന്നു. പിന്നെ വേറെ എന്തുണ്ട്? ഭഗവാനായിരിക്കുന്ന ആ വിഷ്ണു ഭഗവാന്റെ പുരികക്കൊടിയുടെ ആ ചലനത്താൽ മാത്രം ഭ്രഷ്ടമാക്കപ്പെടുന്ന ആ മനോരാജ്യത്തോടു കൂടി ഉള്ളവയാണ് അവ. ഈ കാണുന്ന ദർശനങ്ങളൊക്കെ എന്നർത്ഥം. അങ്ങനെ ആ ഭ്രഷ്ടമാക്കപ്പെട്ട മനോരാജ്യത്തോടു കൂടിയവയാണ് അവ. അങ്ങനെ ജനങ്ങളാൽ രാജാവെന്നുള്ള നാട്യങ്ങൾ കൊണ്ട് ദുഷ്പ്രാപ്യങ്ങളും ദിവ്യങ്ങളും സ്വന്തം ധർമ്മത്താൽ പ്രാപ്യങ്ങളും ആയിട്ടുള്ള ആ ഭോഗങ്ങളെ അനുഭവിച്ചാലും. അപ്പോൾ അതിന്റെ അർത്ഥം വരുന്നത് മറ്റെന്തെങ്കിലും നൽകുകയാണെങ്കിൽ അവയെല്ലാം ക്ഷണികങ്ങളായിരിക്കും. ഭഗവാന്റെ ആ പുരികക്കൊടികളുടെ ചലനത്താൽ മറ്റേത് മനോരഥവും നശിക്കും. ഇതാണ് ശാശ്വതം. പതിവ്രതാധർമ്മ പരിപാലനത്താൽ നീ സിദ്ധയായി തീർന്നിരിക്കുന്നു. അതിന്റെ ഫലം അനുഭവിച്ചാലും അവ സാധാരണ മനുഷ്യർക്ക് പ്രാപ്യങ്ങളല്ല. അപ്പൊ കഴിഞ്ഞ ശ്ലോകത്തിലെ വ്യാഖ്യാനത്തിൽ പറഞ്ഞു, മയാ തപസ്സമാധിയോഗേന യേ ഭഗവത് പ്രസാദാഹ, എന്റെ തപസ് സമാധി തുടങ്ങിയിട്ടുള്ള യോഗം കൊണ്ടുണ്ടായിട്ടുള്ള ഭഗവത് പ്രസാദങ്ങളെ
സമ്പാദിതാഹ സമ്പാദിച്ചിട്ടുള്ള ആ സമ്പാദ്യങ്ങളെ മുഴുവൻ തേ മമ സേവയാ നീ എൻ്റെ സേവകളെ കൊണ്ട് ത്വയാഭിവശീകൃത അതിനെയൊക്കെ നീ ആകർഷിച്ചെടുത്തിരിക്കുന്നു. അതസ്തേ ദിവ്യാം ദൃഷ്ടിയും അത് ആ ഭഗവത് കൃപയെ കാണാൻ ഞാൻ ദിവ്യദൃഷ്ടി തരുന്നു. അതസ്തേ അതുകൊണ്ട് ദിവ്യദൃഷ്ടിയെ തന്നിട്ട് വിതരാമി മയാ ദൃഷ്ടിയാ ത്വം സർവൈ പശ്യസി എനിക്ക് കിട്ടിയിട്ടുള്ള ആ കാരുണ്യം ഭഗവത് കാരുണ്യത്തെ നീ കണ്ടാലും എന്ന് ആ വ്യാഖ്യാനത്തിൽ പറഞ്ഞു. മയാ തപസ്സമാധിയോഗേന യേ ഭഗവത് പ്രസാദാ സമ്പാദിതാ തേ മമ സേവയാ ത്വയാപി വശീകൃതാഃ അതസ്തേ ദിവ്യാം ദൃഷ്ടിം വിതരാമി യയാ ദൃഷ്ട്യാ ത്വം സർവം പശ്യസി. എന്നിട്ട് ത്വം പാതിവ്രത്യേന സിദ്ധാസി നീ ആ പാതിവ്രത്യം കൊണ്ട് പതിവ്രതാധർമ്മം കൊണ്ട് നീ സിദ്ധയായി ഭവിച്ചിരിക്കുന്നു. അതോ ദുഷ്പ്രാപാൻ അല്ല അങ്ങനെ അല്ലെങ്കിൽ ഇതൊക്കെ ഈ ദിവ്യദൃഷ്ടി ലഭിക്കാൻ നിനക്ക് സാധിക്കില്ല. ദുഷ്പ്രാപാൻ ദിവ്യാൻ അങ്ങനെയുള്ള ആ ദിവ്യങ്ങളായിരിക്കുന്ന ഭോഗങ്ങളെ ദിവ്യാൻ ഭോഗാൻ ഭുംഷ നീ ഭുജിച്ചാലും അതോന്നീർ ദുഷ്പ്രാപാൻ ദിവ്യാൻ ഭോഗാൻ ഭുങ്ഷ്വ എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ വരുന്നത്. സർവേശ്വരനായിരിക്കുന്ന ആ ഭഗവാന്റെ ആ പുരിക ചലനത്താൽ നശിക്കാത്ത മനോരഥങ്ങളോടുകൂടിയ മറ്റു ഭോഗങ്ങൾ എത്ര നിസ്സാരങ്ങൾ. നീ സിദ്ധയായി മനുഷ്യരാൽ അഹങ്കാരമയമായ പ്രവൃത്തികളാൽ പ്രാപിക്കാൻ കഴിയാത്ത ദിവ്യങ്ങളും ധർമാനുഷ്ഠാന ഫലങ്ങളും ആയിട്ടുള്ള ഭോഗങ്ങളെ നീ അനുഭവിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഇന്നുകൂടി വിശദീകരിച്ചാൽ, ഹേ സതി, ഭഗവാന്റെ പ്രസാദത്താൽ ലഭിച്ചിരിക്കുന്ന ഈ വിഭവങ്ങൾ അന്യങ്ങളായിട്ടുള്ള ഭോഗസാധനങ്ങൾ എന്ന പോലെ തുച്ഛങ്ങളല്ല. എന്തുകൊണ്ടെന്നാൽ ലീലയാ ഈ ലോകത്തെ ഉണ്ടാക്കി രക്ഷിച്ച് സംഹരിക്കുന്ന ആ കാലസ്വരൂപനായിരിക്കുന്ന ഭഗവാന്റെ പുരികം ഒന്ന് ചലിച്ചാൽ ആ ഭോഗപദാർത്ഥങ്ങളെ കുറിച്ചുണ്ടായിരുന്ന മനോരഥങ്ങളെല്ലാം അപ്പാടെ നശിച്ചു പോകും. അത്രമാത്രമേ അവയ്ക്ക് സ്ഥിരതയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നിനക്ക് സിദ്ധിച്ചിരിക്കുന്ന ഈ സിദ്ധികളോ അങ്ങനെയുള്ളതൊന്നുമല്ല. ഇവയ്ക്ക് നാശം ഇല്ല. പരമപുരുഷാർത്ഥമായിരിക്കുന്ന മോക്ഷം സാധിക്കുന്ന കാലം വരെ ഇവ നിന്റെ ഇഷ്ടം പോലെ നിന്നെ സേവിക്കും. പാതിവൃത്യം എന്ന നിന്റെ ആ സ്വധർമ്മ മാഹാത്മ്യത്താൽ നിനക്ക് സിദ്ധിച്ചിരിക്കുന്ന ഈ ദിവ്യഭോഗങ്ങളെ അനുഭവിച്ചുകൊള്ളുക. രാജാവല്ലേ ഞാൻ, എനിക്ക് സാധിക്കാത്ത കാര്യം എന്തിരിക്കുന്നു എന്നിങ്ങനെയുള്ള ആ നിസ്സാര വികാരങ്ങൾ കൊണ്ട് മനുഷ്യവർഗത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരുവനും ഈ സിദ്ധികൾ ലഭിക്കുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. മോക്ഷപര്യവസായിയായിരിക്കുന്ന ഇവയെ നീ യഥേഷ്ടം അനുഭവിച്ച് സന്തോഷിച്ചാലും. അതാണ് ഇവിടെ ആ വ്യാഖ്യാനത്തിലും പറയണത്. അതോ അന്യേ ദുഷ്പ്രാപാൻ ദിവ്യാൻ ഭോഗാൻ ഭുങ്ഷ്വ. അപ്പൊ അടുത്ത ശ്ലോകം വന്നിട്ട് ഏവം ബ്രുവാണാം അബലാഖില യോഗമായാ വിദ്യാ വിചക്ഷണമവേക്ഷ്യ ഗദാധിരാസീത് സംപ്രശ്രയ പ്രണയവിഹ്വലയാഗിരേഷത് വ്രീഡാവലോകവിലസത് ഹസിതാനനാഹാം. ഏവം ബ്രുവാണമബലാഖിലയോഗമായാ വിദ്യാവിചക്ഷണമവേക്ഷ്യ ഗദാധിരാസീത് സംപ്രശ്രയ പ്രണയവിഹ്വലയാ ഗിരേഷദ്വ്രീഡാവലോകവിലസത് ഹസിതാനനാഹാം. വായിക്കുന്നത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏവം ബ്രുവാണം, അങ്ങനെ ഇപ്രകാരം പറയുന്ന ആ കർദമ പ്രജാപതി ബ്രുവാണം അഖിലയോഗമായ വിദ്യാവിചക്ഷണം,
എല്ലാവിധത്തിലുമുള്ള ആ യോഗ ഉപാസന ഇവകളിൽ നിപുണൻ ആയിരിക്കുന്ന ആ കർദമനെ അപേക്ഷ കണ്ടിട്ട്, ആ കർദമ പ്രജാപതി പ്രകാരം പറയണ ആ കർദമ പ്രജാപതിയെ എല്ലാം അറിയുന്ന ആ യോഗമായ മായാവിദ്യകളെയൊക്കെ നല്ലപോലെ അറിയണ, എല്ലാവിധത്തിലുള്ള യോഗം ഉപാസന ഇവകളിൽ നിപുണനായിരിക്കുന്ന ആ കർദമനെ കണ്ടിട്ട് അപേക്ഷ ഗതാധിരാസീൽ, ആദി ഒഴിഞ്ഞവളായിട്ട് എന്നർത്ഥം. തൻ്റെ മനസ്സിലെ ഖേദം ഒക്കെ ഒഴിഞ്ഞവളായിട്ട് സംപ്രശ്രയ പ്രണയ വിഹ്വളയാ, ദേവഹൂതി വിനയം, സംപ്രശ്രയ വിനയം, പ്രേമം എന്നീ തുടങ്ങിയിട്ടുള്ള ആ ഭാവങ്ങളെ കൊണ്ട് ഗിരേഷം ഇങ്ങനെ പറയാൻ തുടങ്ങി. ഈഷദ് വീടാവലോകം എന്ന് പറഞ്ഞാൽ കുറച്ച് ലജ്ജ എവിടെയൊക്കെ നോക്കി ഉള്ള നോട്ടത്താൽ പുഞ്ചിരിച്ചിട്ടുള്ള മുഖത്തോട് കൂടിയിട്ട് അങ്ങനെ തൻ്റേതായിരിക്കുന്ന വാക്കുകളെ കൊണ്ട് പറഞ്ഞു ആണ് ഇവിടെ പറയുന്നത്. ഏവം ബ്രുവാണം അബലാഖിലയോഗമായ വിദ്യ വിചക്ഷണമപേക്ഷ ഗതാധിരാസീത് സംപ്രശ്രയ പ്രണയ വിഹ്വലയാ ഗിരേഷത് വ്രീഡാവലോക വിലസത് ഹസിതാനനാഹ. അപ്പോൾ ഏവം ഇപ്രകാരം ബ്രുവാണം പറയുന്നവനും അഖിലയോഗമായ വിദ്യാ വിചക്ഷണം എല്ലാവിധത്തിലുമുള്ള യോഗം ഉപാസന ഇവകളിൽ നിഷ്ണാതനായിരിക്കണം, നിപുണനായിരിക്കുന്ന അപേക്ഷ ആ കർദമനെ കണ്ടിട്ട് അബലയായിരിക്കണ അവൾ ദേവഹൂതി ഗതാധീ ആസീത് ആധി ഒഴിഞ്ഞവൾ ആയിട്ട് ഈഷത് വ്രീഡാവലോക വികസത് ഹസിതാനന അല്പമായിട്ടുള്ള ലജ്ജയോടുകൂടിയ ആ നോട്ടത്താൽ വികസിച്ച മന്ദസ്മിതാർദ്ര സുന്ദരമായ മുഖത്തോട് കൂടിയിട്ട് എന്നർത്ഥം. അപ്പോൾ ഈഷത് വ്രീഡാവലോക വികസത് ഹസിതാനന അല്പമായ ലജ്ജയോടുകൂടിയ നോട്ടത്താൽ വികസിച്ച മന്ദസ്മിതാർദ്ര സുന്ദരമായിട്ടുള്ള മുഖത്തോടുകൂടി സംപ്രശ്രയ പ്രണയ വിഹ്വലയ വിനയം പ്രേമം എന്നിവയാൽ വിവശമായിട്ട് ഗിരാ ആഹ വാക്കാൽ പറഞ്ഞു. എന്നൂടി പറയാ പദങ്ങളെ. ഏവം ഇപ്രകാരം ബ്രുവാണം പറയുന്നവനും അഖിലയോഗമായ വിദ്യാവിചക്ഷണം എല്ലാവിധത്തിനുമുള്ള യോഗം ഉപാസന ഇവകളിൽ നിപുണനും ആയ അപേക്ഷ ആ കർദമനെ കണ്ടിട്ട് അബലയായിരിക്കുന്ന ആ ദേവഹൂതി ഗതാധീ ആസീത് ആദി ഒഴിഞ്ഞവളായിട്ട് ഈഷത് വ്രീഡാവലോക വികസത് ഹസിതാനന അല്പമായിട്ടുള്ള ലജ്ജയോടുകൂടിയ നോട്ടത്താൽ വികസിച്ച മന്ദസ്മിതാർദ്ര സുന്ദരമായിരിക്കുന്ന മുഖത്തോടു കൂടിയിട്ട് സംപ്രശ്രയ പ്രണയ വിഹ്വലയ വിനയം പ്രേമം എന്നിവകളാൽ വിവശമായിരിക്കുന്ന ഗിര ആ വാക്കുകളെ പറഞ്ഞു. അപ്പൊ ഇതിലത്തെ ആ അന്വയം വരുന്നത് ഏവം ബ്രുവാണം അഖിലയോഗമായ വിദ്യാവിചക്ഷണം അപേക്ഷ വിദ്യാവിചക്ഷണം അപേക്ഷ അബല ഗതാധീ ആസീത് ഈഷത് വ്രീഡാവലോക വികസത് ഹസിതാനന മന്ദസ്മിതാർദ്ര ഹസിതാനന സംപ്രശ്രയ പ്രണയ വിഹ്വലയ ഗിരാ ആഹ. ഒന്നുകൂടി പറയാം. ഏവം ബ്രുവാണം അഖില യോഗമായ വിദ്യാവിചക്ഷണം അപേക്ഷ്യ അബലാ ഗദാധീ ആസീൽ ഈഷത് വ്രീഡാവലോക വികസത് ഹസിതാനന സംപ്രശ്രയ പ്രണയ വിഹ്വലയ ഗിരാ ആഹ. അതായത് ഇപ്രകാരം പറയുന്നവനും അഖില
എല്ലാവിധത്തിലുള്ള ആ യോഗം ഉപാസന ഇവകളിൽ നിപുണനുമായിരിക്കുന്ന കർദമനെ കണ്ടിട്ട് അബലയായിരിക്കുന്ന ആ ദേവഹൂതി ആദി ഒഴിഞ്ഞവളായിട്ട് അല്പമായിട്ടുള്ള ലജ്ജയോടുകൂടിയ നോട്ടത്താൽ ആ വികസിച്ച മന്ദസ്മിതാദ്രസുന്ദരമായിരിക്കുന്ന മുഖത്തോടു കൂടി വിനയം പ്രേമം എന്നിവയാൽ വിവശമായിരിക്കുന്ന വാക്കുകൾ പറഞ്ഞു. എന്നും കൂടി പറയാം. ഇപ്രകാരം പറയുന്നവനും എല്ലാവിധത്തിലുമുള്ള യോഗം ഉപാസന ഇവകളിൽ നിപുണനുമായിരിക്കുന്ന കർദമനെ കണ്ടിട്ട് അബലയായിരിക്കുന്ന ദേവഹൂതി ആദി ഒഴിഞ്ഞവളായിട്ട് അല്പം ലജ്ജയോടുകൂടിയ ആ നോട്ടത്താൽ വികസിച്ച ആ മന്ദസ്മിതാർദ്രസുന്ദരമായിരിക്കുന്ന മുഖത്തോടു കൂടിയിട്ട് വിനയം പ്രേമം എന്നിവയാൽ വിവശമായിരിക്കുന്ന ആ തൻ്റെ വാക്കുകളെ പറഞ്ഞു. ഇങ്ങനെ പറയുന്നവനും സർവയോഗ മായകളിലും ഉപാസനകളിലും സമർത്ഥനും ആയിരിക്കുന്ന തൻ്റെ സ്വാമിയെ കണ്ട് ആ ദേവഹൂതി നിശ്ചിന്തയായി അവൾ വിനയം പ്രേമം എന്നിവയാൽ പരവശമായിരിക്കുന്ന വാക്കുകൊണ്ട് അല്പം ലജ്ജയോടുകൂടിയ നോട്ടത്താൽ ശോഭിക്കുന്ന മന്ദഹാസം ചേർത്ത് പറഞ്ഞു. വിചിത്ര പദാർത്ഥങ്ങളെ ആവശ്യം പോലെ സൃഷ്ടിപ്പാനുപകരിക്കുന്ന ശക്തികളെ ജനിപ്പിക്കുന്ന ഉപാസനകളിൽ നിപുണനായിരിക്കുന്ന ഭർത്താവ് ആ മുകളിൽ വിവരിച്ച വിധം പറഞ്ഞത് കേട്ടപ്പോൾ ആ ദേവഹൂതിയുടെ മനസ്സിൽ അതുവരെ ഉണ്ടായിരുന്ന ചിന്തകളൊക്കെ നശിച്ച് സിദ്ധാർത്ഥ എന്നുള്ള സംതൃപ്തി ജനിച്ച് ആ ഭർത്താവിനെ കുറിച്ചുണ്ടായിട്ടുള്ള വിനയവും പ്രേമാധിക്യവും നിമിത്തം ഹൃദയം ജലിച്ചു തുടങ്ങിയതിനാൽ ആ അക്ഷരങ്ങൾ തടഞ്ഞുകൊണ്ട് മാത്രമേ ആ മുഖത്തിൽ നിന്നും പുറപ്പെടുന്നുള്ളൂ. സ്ത്രീ സഹജമായ ലജ്ജയോട് കൂടിയിട്ട് ആ ഭർത്തൃമുഖത്തിൽ നോക്കിയ സമയം അടക്കിയാലടങ്ങാത്ത വിധത്തിലുള്ള പ്രസരിച്ച മന്ദഹാസം അവളുടെ മുഖത്തിന് വിശേഷവിധി ശോഭയെ ജനിപ്പിച്ചു. ഈ ഭാവങ്ങളോടുകൂടി ആ ദേവഹൂതി മാതാവ് പറഞ്ഞു. സമസ്ത യോഗ വിദ്യകളിലും വിചക്ഷണനായിരിക്കുന്ന ആ കർദമന്റെ ഇപ്രകാരമുള്ള ആ സാന്ത്വന വാക്യങ്ങളാൽ ദേവഹൂതി സർവക്ലേശങ്ങളും തീർന്നവളായിട്ട് ആ വിനയം പ്രേമം ലജ്ജ ഇത്യാദികളെ കലർന്ന ആ മന്ദഹാസത്തോടു കൂടിയിട്ട് ഭർത്താവിനോട് ഇപ്രകാരം പറയാൻ തുടങ്ങി. ഇപ്പോഴത്തെ ആ വ്യാഖ്യാനം നമുക്ക് നോക്കാം. ഏവം ബ്രുവാണം പ്രകാരം പറയുന്ന സർവയോഗമായാഹ ഉപാസനാസു നിപുണം, സർവയോഗമായകളിലും ഉപാസനകളിലും നിപുണനായിരിക്കുന്ന പതിം വീക്ഷ്യ ആ പതിയെ കണ്ടിട്ട് സലജ്ജിത ഹാസ്യ ലജ്ജിതയായിട്ട് ചിരിച്ചുകൊണ്ട് അവലോകനേന വദന്തി സ്മ അദ്ദേഹത്തെ നോക്കിയിട്ട് ദേവഹൂതി പറഞ്ഞു എന്നാണ് പറയുന്നത്. ഏവം ബ്രുവാണം സർവയോഗമായാഹ ഉപാസനാസു നിപുണം പതിം വീക്ഷ്യ സലജ്ജിത ഹാസ്യാവലോകനേന വദതി സ്മ. 10ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. രാദ്ധം ബത ദ്വിജവൃഷൈതദ് അമോഘയോഗമായാധിപേ ത്വയി വിഭോ തദവൈമി ഭർത്തഃ യസ്തേഭ്യധായി സമയസ്സകൃതംഗസംഗോ ഭൂയാദ്ഗരീയസി ഗുണഃ പ്രസവ സദീനാം. രാദ്ധംബതദ്വിജവൃഷൈതദ് അമോഘയോഗ മായാധിപേ ത്വയി വിഭോ തദവൈമി ഭർത്തഃ യസ്തേഭ്യധായി സമയഃ സകൃതംഗസംഗോ ഭൂയാത് ഗരീയസി ഗുണഃ പ്രസവ സതീനാം. അല്ലയോ ദ്വിജവൃഷ, ഹേ ദ്വിജവൃഷ ഭർത്തഃ, അല്ലയോ ബ്രാഹ്മണോത്തമനായിരിക്കുന്ന ഭർത്താവേ. ദ്വിജവൃഷ ഭർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണോത്തമനായിരിക്കുന്ന ഭർത്താവേ, വിഭുവായിട്ടുള്ളവനെ. ഇവയെല്ലാം യോഗമായ സ്വാധീനമായിരിക്കുന്ന അങ്ങയിൽ സിദ്ധിച്ചതായിരിക്കുന്ന അങ്ങയുടെ ആ യോഗവൈഭവങ്ങളെക്കുറിച്ച് ഞാൻ അവയുമി ഞാൻ അറിയണു. അങ്ങനെ ഒരിക്കൽ ആ ശാരീരിക സംബന്ധം ആകാം എന്ന ഒരു കാര്യം സകൃതം
യസ്തേഭ്യധായി സമയ സകൃതംഗസംഗോ ഭൂയാദ്ഗരീയസു ഗുണ പ്രസവസതീനാം. ഒരിക്കൽ ആ അംഗസംഗം ശാരീരിക ബന്ധം ആകാം എന്ന ഒരു കാര്യം അങ്ങയാൽ പറയപ്പെട്ടുവോ അതുണ്ടാകട്ടെ. ഭൂയാത് അതുണ്ടാകട്ടെ. സാധ്വികൾക്ക് ആ മഹാനായിരിക്കുന്ന ഭർത്താവിൽ നിന്നുള്ള ആ സന്താനലബ്ധി അങ്ങനെ ഗുണകരമായിരിക്കും എന്നാണ് അതിൽ വളരെ സന്തോഷം ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതിലത്തെ പദങ്ങൾ നോക്കാം. ഹേ ദ്വിജ വൃഷഭർത്ത, അല്ലയോ ബ്രാഹ്മണോത്തമനായിരിക്കുന്ന ഭർത്താവേ, വിഭോ വിഭുവായിട്ടുള്ളവനെ, ഏതത് ഇവയെല്ലാം അമോഘയോഗമായാധിപേ ആ യോഗമായ സ്വാധീനമായിരിക്കുന്ന ത്വയ് അങ്ങയിൽ രാദ്ധം സിദ്ധിച്ചതായി കാണുന്നു. അങ്ങനെ തദ് അവൈഹി അതദ് അവൈമി അത് ഞാൻ അറിയുന്നു. സകൃത് ഒരിക്കൽ അംഗസംഗ ശാരീരിക ബന്ധം ആകാമെന്ന യഹ സമയ യാതൊരു കാര്യം തേ അങ്ങയാൽ അഭ്യതായി പറയപ്പെട്ടുവോ ഭൂയാത് അതുണ്ടാകട്ടെ സതീനാം സാധ്വികൾക്ക് ഗരീയസി മഹാനായ ഭർത്താവിൽ നിന്നുള്ള പ്രസവ സന്താനലബ്ധി ഗുണ ഗുണകരമാണ്. ബത സന്തോഷം. തവ പ്രസവ പ്രഭവ ബത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷം എന്നർത്ഥം. ഒന്നും കൂടി പറയാം. ഹേ ദ്വിജവൃഷ ഭർത്ത, അല്ലയോ ബ്രാഹ്മണോത്തമനായിരിക്കുന്ന ഭർത്താവേ, വിഭോ വിഭുവായിട്ടുള്ളവനെ, ഏതത് ഇവയെല്ലാം അമോഘയോഗമായാധിപേ ആ യോഗമായ സ്വാധീനമായിരിക്കുന്ന ത്വയ് അങ്ങയിൽ രാദ്ധം സിദ്ധിച്ചതായിട്ട് തദ് അവൈമി അത് ഞാൻ അറിയുന്നു. സകൃത് ഒരിക്കൽ അംഗസംഗ ശാരീരിക ബന്ധം ആകാമെന്ന യഹ സമയ യാതൊരു കാര്യം തേ അങ്ങയാൽ അഭ്യതായി പറയപ്പെട്ടുവോ ഭൂയാ അതുണ്ടാവട്ടെ. സതീനാം സാധ്വികൾക്ക് ഗരീയസി മഹാനായിരിക്കുന്ന ഭർത്താവിൽ നിന്നും ഉള്ള പ്രസവ ആ സന്താനലബ്ധി ഗുണ ഗുണകരമായിട്ട് ഭവിക്കും. ബത സന്തോഷം. അത് സന്തോഷമാണ്. അതിലത്തെ അന്വയം ഹേ ദ്വിജവൃഷഭർത്ത വിഭോ ഏതത് അമോഘയോഗമായാധിപേ ത്വയി രാദ്ധം തൽ അവൈമി സകൃത് അംഗസംഗഃ യഹ സമയഃ തേ അഭ്യതായി ഭൂയാത് സതീനാം ഗരീയസി പ്രസവഃ ഗുണഃ ബത. എന്നുകൂടി പറയാം. ഹേ ദ്വിജവൃഷഭർത്ത വിഭോ ഏതത് അമോഘയോഗമായാധിപേ ത്വയി രാദ്ധം തവ തത് അവൈമി സകൃത് അംഗസംഗഃ യഹ സമയഃ തേ അഭ്യതായി ഭൂയാത് സതീനാം ഗരീയസി പ്രസവഃ ഗുണഃ ബത. അതിൻ്റെ അർത്ഥം വരുന്നത്, അല്ലയോ ബ്രാഹ്മണോത്തമനായിരിക്കുന്ന ഭർത്താവേ, വിഭുവായിട്ടുള്ളവനെ, ഇവയെല്ലാം യോഗമായ സ്വാധീനമായ അങ്ങയിൽ സിദ്ധിച്ചതായിട്ട് താൻ അറിയുന്നു. ഒരിക്കൽ അംഗസംഗം ആകാമെന്ന യാതൊരു കാര്യം അങ്ങയാൽ പറയപ്പെട്ടുവോ അതുണ്ടാവട്ടെ. സാധ്വികൾക്ക് മഹാനായ ഭർത്താവിൽ നിന്നുള്ള അസന്താനലബ്ധി ഗുണകരം ആണ്. സന്തോഷം. എന്നുകൂടി പറയാം. അല്ലയോ ബ്രാഹ്മണോത്തമനായിരിക്കുന്ന ഭർത്താവേ, വിഭുവായിട്ടുള്ളവനെ, ഇവയെല്ലാം അങ്ങയുടെ ആ യോഗമായ സ്വാധീനമായ സിദ്ധികളായിട്ട് ഞാൻ അറിയുന്നു. ഒരിക്കൽ ആ ശാരീരിക ബന്ധം ആകാമെന്ന യാതൊരു കാര്യം അങ്ങയാൽ പറയപ്പെട്ടുവോ അതുണ്ടാവട്ടെ. സാധ്വികൾക്ക് മഹാനായ ഭർത്താവിൽ നിന്നുമുള്ള ആ സന്താനലബ്ധി ഗുണകരമാണ്.
ഇത് ശ്രേഷ്ഠ സ്വാമിൻ, വെറുതെ ആകാത്ത യോഗൈശ്വര്യങ്ങൾക്കെല്ലാം അധിപനായിരിക്കുന്ന അങ്ങയിൽ ഇതെല്ലാം സിദ്ധമാണെന്ന് ഞാൻ അറിയുന്നു. ആ ശരീരസംഘപര്യന്തം ഉള്ളതും അങ്ങ് സൂചിപ്പിച്ചതുമായിരിക്കുന്ന വ്യവസ്ഥ ഇപ്പോൾ നടക്കട്ടെ. ശ്രേഷ്ഠനായ ഭർത്താവ് നിമിത്തം ഉണ്ടാകുന്ന സ്ത്രീകളുടെ പ്രസവം വലിയൊരു ഗുണം ആണ്. ഹേ ദ്വിജോത്തമ, സർവത്തിനും സമർത്ഥനായിരിക്കുന്ന പ്രാണനാഥ, നിഷ്ഫലമായി വരാത്ത വിധത്തിൽ സകല പദാർത്ഥങ്ങളെയും സൃഷ്ടിപ്പാൻ സമർത്ഥയായ ആ മഹാശക്തിയെ സ്വാധീനപ്പെടുത്തിയിരിക്കുന്ന അങ്ങയ്ക്ക് സകല ഭോഗ സാധനങ്ങളെ സൃഷ്ടിപ്പാനും എനിക്ക് ദിവ്യദൃഷ്ടിയെ നൽകുവാനും ഉള്ള പ്രഭാവം സിദ്ധമാണെന്ന സംഗതി ഞാൻ അറിയുന്നുണ്ട്. എന്നാൽ ഗർഭധാരണ പര്യന്തം ശരീരസ്പർശം ചെയ്യുന്നതാണെന്ന് വിവാഹാവസരത്തില് ചെയ്ത നിശ്ചയം ഫലിച്ചതിന് ശേഷം ദിവ്യഭോഗങ്ങളെ അനുഭവിക്കാം. എന്തുകൊണ്ടെന്നാൽ പതിവ്രതമാരുടെ ഗുണം ലോകത്തിൽ നിലനിൽക്കുന്നത് മഹാനായിരിക്കുന്ന ഭർത്താവിൽ നിന്നും ലഭിക്കുന്ന അസന്താനം ഹേതുകം അത്രേ. അപ്പൊ ഇതിലത്തെ ആ വ്യാഖ്യാനം നമുക്ക് നോക്കാം. ദേവഹൂതിരുവാച, ദേവഹൂതി മാതാവ് പറഞ്ഞു, ഹേ ഭർത്ത, അല്ലയോ ഭർത്താവേ, ത്വയേതൽ സർവേ സിദ്ധമേവ, അങ്ങ് ഇപ്രകാരം എല്ലാത്തിലും സിദ്ധനാകുന്നു. തദഹം ജാനാമി, അതെനിക്ക് അറിയാം. അതുകൊണ്ട് യസ് ത്വയാ സമയോ നിശ്ചിത, അതുകൊണ്ട് അങ്ങ് പറഞ്ഞ സമയം, നിശ്ചയിച്ച സമയം, സകൃത് ഭൂയ, അത് നടക്കട്ടെ. ഹേ ഈശ, അല്ലയോ ഈശ്വര, രന്തുമിച്ഛയാ മയാ ദേഹ കർഷിത, അങ്ങയിൽ നിന്നും ആ സന്താനലബ്ധി ഉണ്ടാവട്ടെ. അതാണ് പറഞ്ഞത്. അപ്പൊ ദേവഹൂതിരുവാച, ഹേ ഭർത്ത, ത്വയേതൽ സർവം സിദ്ധമേവ, തദഹം ജാനാമി, അതോ യസ്ത്വയാ സമയോ നിശ്ചിത സകൃത് ഭൂയാത്, ആ സമയം ആയിരിക്കണു എന്ന് പറയുകയാണ്. അടുത്ത ശ്ലോകം 11. തത്രേധികൃത്യ ഉപശിക്ഷയഥോപദേശം യേനൈഷ മേ കർഷിതോദിരസം കർഷിതോദിരംസയാത്മാ സിദ്ധ്യേതേ കൃതമനോഭവധർഷിതായ ദീനസ്തദീശ ഭവനം സദൃശം വിചക്ഷ്വ. അതിരിരംസയ തത്രേതി കൃത്യമുപശിക്ഷയഥോപദേശം യേനൈഷ മേ കർഷിതോദിരിരംസയോ ആത്മാ സിദ്ധ്യേതേ കൃതമനോഭവദർശിതായ ദീനസ്തദീശ ഭവനം സദൃശം വിചക്ഷ്വ. അല്ലയോ നാഥ, ഹേ ഈശ, അല്ലയോ നാഥ, അതിന് വേണ്ട ഒരുക്കങ്ങള്, ആ സന്താനലബ്ധിക്ക് വേണ്ട ഒരുക്കങ്ങള് യഥോപദേശം ശാസ്ത്രാനുസാരേണ എന്നെ ഉപദേശിച്ച് പറഞ്ഞു തന്ന്, എനിക്ക് ഉപദേശിച്ചാലും യാതൊന്നുകൊണ്ട് അങ്ങയാൽ തന്നെ ഇളക്കി തീർക്കപ്പെട്ട ആ വികാരം പീഡിതയും അതിരിരംസയാ അമിതമായിരിക്കുന്ന ആ രതിക്രീഡേച്ഛയാൽ കർഷിതാഹ കൃശമാക്കപ്പെട്ടതും ദീനവും ആയിരിക്കുന്ന എൻ്റെ ഈ ദേഹം ആ രതിക്രീഡയ്ക്ക് ഉതകും വിധം അതിന് സദൃശം തക്കമായിരിക്കുന്ന ആ വീട് കണ്ടുപിടിച്ചാലും, ഭവനം വിചക്ഷ കണ്ടുപിടിച്ചാലും, വീട് കണ്ടുപിടിച്ചാലും
അപ്പൊ അലയോ ഈശ, ഇതിന്റെ പദങ്ങൾ നോക്കാം നമുക്ക്. ഹേ ഈശ, അലയോ നാഥ, തത്ര അതിന്, ഇതി കൃത്യം വേണ്ട ഒരുക്കം, യഥോപദേശം ആ ശാസ്ത്രാനുസാരേണ ഉപശിക്ഷ ചെയ്തു തന്നാലും, ഏണ യാതൊന്നുകൊണ്ട് തേ അങ്ങയാൽ തന്നെ, കൃതമനോഭവധർഷിതായാഹ ഇളക്കിത്തീർക്കപ്പെട്ട കാമവികാരത്താൽ പീഡിതയും, അതിരിരംസയാ അമിതമായ രതിക്രീഡയുടെ ഇച്ഛയാൽ കർഷിതഃ കൃശമാക്കപ്പെട്ടതും, ദീനഃ ദീനവും ആയിരിക്കുന്ന, മേ ഏഷഃ ആത്മാ എന്റെ ഈ ദേഹം, സിദ്ധ്യേത ആ രതിക്രീഡയ്ക്ക് ഉതകും വിധം, തത് അതിന് സദൃശം തക്കതായിരിക്കുന്ന, ഭവനം വീട്, വിചക്ഷുവ കണ്ടുപിടിച്ചാലും. ഒന്നുകൂടി പറയാം. ഹേ ഈശ, അലയോ നാഥ, തത്ര അതിന്, ഇതി കൃത്യം വേണ്ട ഒരുക്കം, യഥോപദേശം ശാസ്ത്രാനുസാരേണ ഉപശിക്ഷ ചെയ്താലും, ഏണ യാതൊന്നുകൊണ്ട്, തേ അങ്ങയാൽ തന്നെ, കൃതമനോഭവധർഷിതായ ഇളക്കിത്തീർക്കപ്പെട്ട ആ കാമവികാരത്താൽ പീഡിതയും, അതിരിരംസയ അമിതമായ രതിക്രീഡയച്ഛയാൽ കർഷിത കൃശമാക്കപ്പെട്ടതും, ദീനഃ ദീനവും ആയിരിക്കുന്ന, മേ ഏഷ ആത്മാ എന്റെ ഈ ദേഹം, സിദ്ധ്യേത ആ രതിക്രീഡയ്ക്ക് ഉതകും വിധം, തൽ അതിന് സദൃശം തക്കതായിരിക്കുന്ന, ഭവനം വീട്, വിചക്ഷ കണ്ടുപിടിച്ചു തന്നാലും. അപ്പോൾ ഇതിലത്തെ അന്വയം വരുന്നത്, ഹേ ഈശ തത്ര ഇതി കൃത്യം യഥോപദേശം ഉപശിക്ഷ തേ കൃതമനോഭവധർഷിതായാ അതിരിരംസയ കർഷിതഃ ദീനഃ മേ ഏഷ ആത്മാ സിദ്ധ്യേത തത് സദൃശം ഭവനം വിചക്ഷ്വ. എന്നൂടി പറയാം. ഹേ ഈശ തത്ര ഇതി കൃത്യം യഥോപദേശം ഉപശിക്ഷ തേ കൃതമനോഭവധർഷിതായാഃ അതിരിരംസയാ കർഷിതഃ ദീനഃ മേ ഏഷ ആത്മാ സിദ്ധ്യേത തത് സദൃശം ഭവനം വിചക്ഷ്വ. അല്ലയോ നാഥ, അതിന് വേണ്ട ഒരുക്കം ശാസ്ത്രാനുസാരേണ പറഞ്ഞു തന്നാലും ചെയ്തു തന്നാലും, യാതൊന്നുകൊണ്ട് അങ്ങയാൽ തന്നെ ആ ഇളക്കിത്തീർക്കപ്പെട്ട കാമവികാരത്താൽ പീഡിതയും, അമിതമായ രതിക്രീഡേച്ഛയാൽ കൃശമാക്കപ്പെട്ടതും, ദീനവും ആയിരിക്കുന്ന എന്റെ ഈ ദേഹം, ആ രതിക്രീഡയ്ക്ക് ഉതകും വിധം അതിന് തക്കതായിരിക്കുന്ന ഭവനം കണ്ടുപിടിച്ചാലും. ഒന്നുകൂടി പറയാം. അല്ലയോ നാഥ, അതിന് വേണ്ട ഒരുക്കം ശാസ്ത്രാനുസാരേണ ചെയ്തു തന്നാലും, യാതൊന്നുകൊണ്ട് അങ്ങയാൽ തന്നെ ഇളക്കിത്തീർക്കപ്പെട്ട ആ കാമവികാരത്താൽ പീഡിതയും, ആ അമിതമായ രതിക്രീഡേച്ഛയാൽ കൃശമാക്കപ്പെട്ടതും, ദീനവും ആയിരിക്കുന്ന എന്റെ ഈ ദേഹം, ആ രതിക്രീഡയ്ക്ക് ഉതകും വിധം അതിന് സദൃശം തക്കതായിരിക്കുന്ന ഒരു ഭവനം കണ്ടുപിടിച്ചാലും. ദേവഹൂതി മാതാവ് അല്ലയോ പറഞ്ഞു. അല്ലയോ ബ്രാഹ്മണോത്തമ വിഭുവായുള്ളവനെ, ഭർത്താവേ, വിഫലം ആകാത്ത ശക്തിവിശേഷങ്ങളെ സൃഷ്ടിക്കുവാൻ പര്യാപ്തമാണ് അങ്ങയുടെ ആ യോഗസിദ്ധി എന്ന് എനിക്കറിയാം. ഒരിക്കൽ ഭാര്യാസംഗമം ചെയ്യാമെന്ന അങ്ങയുടെ വാക്ക് പാലിച്ചാലും ഉത്കൃഷ്ടനായിരിക്കുന്ന ഭർത്താവിൽ നിന്നുണ്ടാകുന്ന സന്താനലാഭം ശ്രേഷ്ഠമാണ്. അങ്ങയിലുള്ള ആ കാമാധിക്യം ഹേതുവായിട്ട് ഞാൻ പരവശയായിരിക്കുന്നു. ശരീരം അത്യധികം കൃശമായിരിക്കുന്നു. അതിനാൽ ആ ഭോഗത്തിന് സമർത്ഥമാകും വിധമുള്ള ആ സാമഗ്രികളെ സജ്ജീകരിച്ചാലും ഈശ അങ്ങയാൽ തന്നെ വളർന്ന കാമാതിശയത്താൽ പീഡിതമായ എനിക്ക് രമിക്കാനുള്ള താല്പര്യത്താൽ അങ്ങയുടെ ആ ശുശ്രൂഷയ്ക്ക് മെലിഞ്ഞ് ദൈന്യതയിലെത്തിയ ഈ ദേഹം
കാർഷ്യം വിട്ട് ആ ഭോഗ സമൃദ്ധമാക്കാൻ പറ്റിയ ഉചിതമായിട്ടുള്ള ഒരു സ്ഥാനം, ഭവനം നൽകുക. ആ സംയോഗത്തിന് ആവശ്യമായിട്ട് പറയുന്ന വിധത്തിലുള്ള ശാസ്ത്രങ്ങളിൽ പറയപ്പെടുന്ന ആ സാധന സാമഗ്രികളെ ആദ്യമായി സമ്പാദിപ്പാൻ കരുണ ചെയ്യണം. അങ്ങേ ഉദ്ദേശിച്ചുണ്ടായിട്ടുള്ള ആ മന്മഥ വികാരം എൻ്റെ ചിത്തത്തെ ക്ഷോഭിപ്പിച്ചത് നിമിത്തം അധികരിച്ച ആ രത്യാശ എനിക്കുണ്ടായതിനെ ഏതൊരു ക്ഷണപര്യന്തം സഹിച്ചിരിക്കയാൽ അതികൃശം ആയിട്ടും ബലം കുറഞ്ഞു ഇരിക്കുന്ന എൻ്റെ ഈ ശരീരം രതിസമർത്ഥകമായിട്ട് വരുവാൻ ആവശ്യമുള്ള പാനഭോജനാദി പദാർത്ഥങ്ങളും സരസക്രീഡയ്ക്ക് ഉചിതമായിരിക്കുന്ന ഭവനവും ഉണ്ടാവാൻ ആവശ്യമായിരിക്കുന്ന സങ്കല്പമാണ് അങ്ങന്നിപ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. അതാതു കാര്യം സാധിപ്പാൻ ആവശ്യമായിരിക്കുന്ന സാധന കലാപമാണല്ലോ ഒന്നാമത് ഉണ്ടാകേണ്ടത്. ആ സകല പുരുഷാർത്ഥങ്ങളും സാധിപ്പാൻ ആവശ്യമായിരിക്കുന്ന ശരീരത്തിന്റെ രക്ഷയ്ക്കും നിലനിൽപ്പിനും സുഖവാസത്തിനും ആവശ്യമായ പദാർത്ഥങ്ങളെ ആ യോഗമായ ശക്തി കൊണ്ട് സൃഷ്ടിക്കണം എന്നാണ് ആ ദേവഹൂതി മാതാവിന്റെ പ്രാർത്ഥന. അപ്പൊ ഇതിലത്തെ ആ വ്യാഖ്യാനം നമുക്ക് നോക്കാം. ഹേ ഈശ, രന്തുമിച്ഛയാ, ആ രതിക്രീഡക്ക് ഇച്ഛ, മയാദേഹ കർഷിത, ഇച്ഛയാൽ എൻ്റെ ദേഹം അങ്ങനെ കർഷിതം ആഗ്രഹിക്കുന്നു. സദേഹോ യഥാ രതിസമർത്ഥോ, ആ ദേഹത്തെ രതിസമർത്ഥമാക്കണം. സമർത്ഥോ ഭവേത് തഥാ കുരു, അതിന് വേണ്ടതെല്ലാം ചെയ്യണം. കിംജ ക്രീഡായോഗ്യം ഭവനം സമ്പാദ്യ, ആ ക്രീഡായോഗ്യമായിരിക്കുന്ന ഭവനത്തെ സമ്പാദിക്കണം, അല്ലെങ്കിൽ അനുഗ്രഹിച്ചു നൽകണം എന്ന് പറയുക. അതോ യസ്ത്വയാ സമയോ നിശ്ചിതഃ സകൃത് ഭൂയാത്. ഹേ ഈശ, രന്തുമിച്ഛയാ മയാ ദേഹഃ കർഷിതഃ സദേഹോ യഥാ രതിസമർത്ഥോ ഭവേത് തഥാ കുരു. കിംച ക്രീഡായോഗ്യം ഭവനം സമ്പാദയ. ശ്ലോകത്തിൽ പറഞ്ഞിരിക്കണം. അപ്പൊ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. മൈത്രേയ ഉവാച പ്രിയായാഹ പ്രിയമന്വിച്ഛൻ കർദമോ യോഗമാസ്ഥിതഃ വിമാനം കാമകം ക്ഷത്തസ്തർഹ്യേവാ വിരജീകരത്. പ്രിയായാഹ പ്രിയമന്വിച്ഛൻ കർദമോ യോഗമാസ്ഥിതഃ വിമാനം കാമകം ക്ഷത്തസ്തർഹ്യോവാ വിരജീകരത്. അപ്പോ അല്ലയോ വിതുര, ക്ഷത്ത അല്ലയോ വിതുര, ആ കർദമൻ ആ തൽക്ഷണം തന്നെ ആ പത്നിയുടെ ആ ഇച്ഛയെ സാധിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ട് ആ യോഗശക്തിയെ അവലംബിച്ചിട്ട് ആ ഇച്ഛാനുസാരേണ സഞ്ചരിക്കണ ഒരു വിമാനത്തെ അവിടെ ആവിർഭവിപ്പിച്ചു എന്നാണ് പറയുന്നത്. പ്രിയായാഹ പ്രിയമന്വിച്ഛൻ കർദമോ യോഗമാസ്ഥിതഃ വിമാനം കാമകം ക്ഷത്തസ്തർഹ്യേവാ വിരജീകരത്. ഹേ ക്ഷത്തഃ അല്ലയോ വിതുര, കർദമഃ അകർദമൻ, തർഹി ഏവ തൽക്ഷണം തന്നെ, പ്രിയായാഹ ആ പത്നിയുടെ പ്രിയം ഇഷ്ടത്തെ അന്വിച്ഛൻ സാധിപ്പിക്കുവാൻ ഇച്ഛിച്ചിട്ട് യോഗം ആ യോഗശക്തിയെ ആസ്ഥിത അവലംബിച്ചിട്ട് കാമകം ഇച്ഛാനുസാരേണ സഞ്ചരിക്കുന്ന അർത്ഥം. വിമാനം വിമാനത്തെ ആവിരജീകരത് ആവിർഭവിപ്പിച്ചു ആണ് പറഞ്ഞത്. ഒന്നുകൂടി പറയാം. ഹേ ക്ഷത്തഃ അല്ലയോ വിതുര, കർദമഃ ആ കർദമൻ, തർഹി ഏവ തൽക്ഷണം തന്നെ, പ്രിയായാഹ പത്നിയുടെ പ്രിയം ഇഷ്ടത്തെ അന്വിച്ഛൻ സാധിപ്പിക്കാൻ ഇച്ഛിച്ചുകൊണ്ട് ആയിട്ട് യോഗം യോഗശക്തിയെ ആസ്ഥിത അവലംബിച്ചിട്ട് കാമകം ഇച്ഛാനുസാരേണ സഞ്ചരിക്കുന്ന വിമാനം വിമാനത്തെ ആവിരജീകരത് ആവിർഭവിപ്പിച്ചു. അതിലത്തെ അന്വയം ഹേ ക്ഷത്തഃ കർദമഃ തർഹി ഏവ പ്രിയായാഹ പ്രിയം അന്വിച്ഛൻ യോഗം ആസ്ഥിതഃ കാമകം വിമാനം ആവിരജീകരത്. എന്നൂടി പറയാം. ഹേ ക്ഷത്തഃ കർദമഃ തർഹി ഏവ പ്രിയായാഹ പ്രിയം അന്വിച്ഛൻ
അൻവിച്ഛൻ യോഗം ആസ്ഥിതഃ കാമകം വിമാനം ആവിരചീകരത്. അല്ലയോ വിതുര, ആ കർദമൻ തൽക്ഷണം തന്നെ ആ പത്നിയുടെ ഇഷ്ടത്തെ സാധിപ്പിക്കാനായിട്ട് യോഗശക്തിയെ അവലംബിച്ചിട്ട് ഇച്ഛാനുസാരേണ സഞ്ചരിക്കുന്ന വിമാനത്തെ ആവിർഭവിപ്പിച്ചു. എന്നുകൂടി പറയാം. അല്ലയോ വിതുര, ആ കർദമൻ തൽക്ഷണം തന്നെ ആ പത്നിയുടെ ഇഷ്ടത്തെ സാധിപ്പിക്കുവാൻ ഇച്ഛിച്ചുകൊണ്ട് ആ യോഗശക്തിയെ അവലംബിച്ച് ഇച്ഛാനുസാരേണ സഞ്ചരിക്കുന്ന ആ വിമാനത്തെ അവിടെ ആവിർഭവിപ്പിച്ചു. കർദമൻ പത്നിക്ക് പ്രിയം ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് ആ യോഗശക്തി അവലംബിച്ചുകൊണ്ട് യഥേഷ്ടം സഞ്ചരിക്കുന്ന ഒരു ദിവ്യ വിമാനം അവിടെ നിർമ്മിച്ചു എന്നർത്ഥം. പ്രിയയുടെ ആഗ്രഹത്തെ സാധിപ്പിക്കാൻ ആ കർദമൻ ഉടനെ ആ യോഗമായാശക്തിയെ ധ്യാനിച്ച് ഇഷ്ടാനുസാരേണ സഞ്ചരിക്കുന്നതായിരിക്കുന്ന ഒരു വിമാനം അപ്പോൾ തന്നെ അവിടെ പ്രത്യക്ഷമാക്കി. അതാണ് ഇതിലെ വ്യാഖ്യാനത്തില് കിം ച ക്രീഡായോഗ്യം ഭവനം സമ്പാദയ എന്ന് പറഞ്ഞിട്ട് മൈത്രേയ ഉവാച കർദമഃ, ആ കർദമൻ പ്രിയായാഹ, പ്രിയയ്ക്ക് പ്രിയം, ആ പ്രിയയുടെ പ്രിയത്തെ അൻവിച്ഛൻ, പ്രിയയുടെ പ്രിയത്തെ ഇഷ്ടത്തെ മാനിച്ചുകൊണ്ട് യോഗബലേന, യോഗബലം കൊണ്ട് തർഹ്യേവ അവിടെ തൽക്ഷണം തന്നെ കാമകം, ഇച്ഛാനുസാരം സഞ്ചരിക്കുന്ന വിമാനത്തെ അചീകരത്, വിമാനത്തെ അവിടെ ഉണ്ടാക്കി. കർദമഃ പ്രിയായാഹ പ്രിയമൻവിച്ഛൻ യോഗബലേന തർഹ്യേവ കാമകം വിമാനം അചീകരത്. അപ്പൊ അടുത്ത ശ്ലോകം വന്നിട്ട് 13-ാമത്തെ ശ്ലോകം. സർവകാമദുഃഖം ദിവ്യം സർവരത്ന സമന്വിതം സർവധ്യുപജയോദർക്കം മണിസ്തംഭൈരുപസ്കൃതം. സർവകാമദുഃഖം ദിവ്യം സർവരത്ന സമന്വിതം സർവധ്യുപജയോദർക്കം മണിസ്തംഭൈരുപസ്കൃതം. ഇങ്ങനെയുള്ളതാണ് ആ വിമാനം എന്നാണ് പറയുന്നത്. ആ വിമാനം എല്ലാ കാമദുഃഖം, എല്ലാ ആഗ്രഹങ്ങളെയും നിറവേറ്റുന്നതും സർവരത്ന സമന്വിതം, എല്ലാ രത്നങ്ങളോടും ചേർത്തതും ഉപചയോദർക്കം, എല്ലാ സമൃദ്ധികളോടുകൂടി ഉള്ള വളർച്ചയോട് കൂടിയിട്ടും ഉള്ളതും മണിസ്തംഭൈഹി രത്നം പതിച്ച തൂണുകളാൽ അലങ്കൃതമായിട്ടുള്ളതും ദിവ്യവും ആയിരുന്നു. എപ്രകാരമുള്ളതാണ് ആ വിമാനം എന്നതിനെ പറ്റിയിട്ട് പറയുന്നു. സർവകാമദുഃഖം, ആ വിമാനം എല്ലാ ആഗ്രഹങ്ങളെയും നിറവേറ്റാൻ ഉതകുന്നതും സർവരത്ന സമന്വിതം, എല്ലാ രത്നങ്ങളാലും ചേർന്നതും സർവധ്യുപചയോദർക്കം, എല്ലാ സമൃദ്ധികളുടെയും വളർച്ചയുടെയും എല്ലാ വൃദ്ധിയും എന്നാണ് അർത്ഥം. ഉപചയോദർക്കം, അതുപോലെ വളർച്ചയും, എല്ലാ സമൃദ്ധികളുടെയും വളർച്ചയുടെയും ഒക്കെ അതിനകത്ത് ചേർത്തിട്ടാണ് മണിസ്തംഭൈ രത്നം പതിച്ച തൂണുകളാൽ ഉപസ്കൃതം അലങ്കൃതമായതും ദിവ്യവും ആയിരുന്നു. ഒന്നുകൂടി പറയാത്ത പദങ്ങള്. സർവകാമദുഃഖം, ആ വിമാനം എല്ലാ ആഗ്രഹങ്ങളെയും നിറവേറ്റാൻ ഉതകുന്നതും സർവരത്ന സമന്വിതം, എല്ലാ രത്നങ്ങളാലും ചേർന്നതും സർവഋദ്ധ്യുപചയോദർക്കം, എല്ലാ സമൃദ്ധികളുടെയും വളർച്ചയുള്ളതും മണിസ്തംഭൈഹി രത്നം പതിച്ച തൂണുകളാൽ ഉപസ്കൃതം അലങ്കൃതമായതും ദിവ്യവും ആയിരുന്നു. ആദ്യത്തെ അന്വയം സർവകാമദുഃഖം സർവരത്ന സമന്വിതം സർവഋദ്ധ്യുപചയോദർക്കം മണിസ്തംഭൈഹി ഉപസ്കൃതം ദിവ്യം. ആ വിമാനം എപ്രകാരമുള്ളതാണ്? സർവകാമദുഃഖം സർവരത്ന സമന്വിതം സർവർധ്യുപജയോദർക്കം മണിസ്തംഭൈഹി ഉപസ്കൃതം ദിവ്യം. അതായത് ആ വിമാനം എല്ലാ ആഗ്രഹങ്ങളെയും നിറവേറ്റാൻ ഉതകുന്നതും എല്ലാ രത്നങ്ങളാലും ചേർന്നതും എല്ലാ സമൃദ്ധികളുടെയും വളർച്ചയുള്ളതും രത്നം പതിച്ച തൂണുകളാൽ അലങ്കൃതവും ആയതും ദിവ്യവും ആയിരുന്നു. ആ വിമാനം
എല്ലാ ആഗ്രഹങ്ങളെയും നിറവേറ്റാനുതകുന്നതും എല്ലാ രത്നങ്ങളാലും ചേർന്നതും എല്ലാ സമൃദ്ധികളുടെയും വളർച്ചയുള്ളതും രത്നം പതിച്ച തൂണുകളാൽ അലങ്കൃതമായതും ദിവ്യവും ആയിരുന്നു. അപ്പൊ ദിവ്യമായിട്ടുള്ള ഉപകരണങ്ങളോട് കൂടിയിട്ടുള്ള സർവാഭീഷ്ടവും നൽകുന്നതും ദിവ്യവും സർവരത്നങ്ങളോട് കൂടിയതും സർവസമ്പത്തുകളുടെയും ഉന്നതാഭിവൃദ്ധിയുള്ളതും മണിമയമായ തൂണുകളാൽ അലങ്കൃതവും ദിവ്യവും ആയ വിമാനം ആണ് ഇതിൽ പറയുന്നത്. അപ്പോ ദിവ്യങ്ങളായിരിക്കുന്ന ആഗ്രഹിക്കുന്നതിനെയെല്ലാം അപ്പോഴപ്പോൾ നൽകുന്നത്, സർവരത്നങ്ങളാൽ പതിച്ചിട്ടുള്ളത്, സകല സമ്പത്തുകളാലും ഉത്തരോത്തരം അഭിവൃദ്ധിപ്പെടുന്നത്, അനേകം രത്ന സ്തംഭങ്ങളാൽ അലങ്കരിക്കപ്പെട്ടത്. ഇത് വ്യാഖ്യാനത്തില് പറയുന്നത് കഥം ഭൂതം തത് സർവകാമദുഃഖം, അത് എല്ലാ ആഗ്രഹങ്ങളെയും സാധിപ്പിക്കുന്നതാണ്. മണിസ്തംഭൈ ശോഭിതം, മണിസ്തംഭങ്ങളാൽ ശോഭിക്കപ്പെടുന്നതാണ്. കഥം ഭൂതം തത് സർവകാമദുഃഖം മണിസ്തംഭൈ ശോഭിതം എന്നുള്ളതാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ശ്ലോകത്തില് ദിവ്യോപകരണോപേതം സർവകാലസുഖാവഹം പട്ടികാഭിപതാകാഭിർ വിചിത്രാഭിരലംകൃതം. ദിവ്യോപകരണോപേതം, അനവധി ദിവ്യങ്ങളായിരിക്കുന്ന ഉപകരണങ്ങളെ കൊണ്ട് നിറച്ചിട്ടുള്ളത്. സർവകാല സുഖാവഹം, എല്ലാ കാലത്തും സുഖത്തെ കൊടുക്കുന്നത്. പട്ടികാഭിപതാകാഭിർ വിചിത്ര, നാനാവർണ്ണത്തിലുള്ള പട്ടു നാടകളോടും പട്ടുകളോടും കൊടിക്കൂറകളോടും ഒക്കെ കൂടിയത്. പതാകാഭിർ വിചിത്രാഭിരലങ്കൃതം, വിചിത്രമായിട്ട് അലങ്കരിച്ചിട്ടുള്ളത്. ദിവ്യോപകരണോപേതം സർവകാല സുഖാവകം പട്ടികാഭിപതാകാഭിർ വിചിത്രാഭിരലങ്കൃതം. ദിവ്യോപകരണോപേതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദ്യോവിന്, ബഹിരാകാശ സഞ്ചാരത്തിന്, ആകാശത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിന് ഉതകുന്നതായിരിക്കുന്ന ഉപകരണങ്ങളോട് കൂടിയത് എന്നർത്ഥം. ദിവ്യോപകരണോപേതം, ആ ദ്യോവിന് ഉതകുന്ന ഉപകരണങ്ങളോട് കൂടിയത് എന്നർത്ഥം. സർവകാല സുഖാവഹം, എല്ലാ കാലാവസ്ഥകളിലും സുഖപ്രദം ആയിരിക്കുന്നത്. വിചിത്രാഭിഹി, നാനാവർണ്ണങ്ങളുള്ള, പട്ടികാഭിഹി പട്ടുനാടകളാലും, പതാകാഭിഹി കൊടിക്കൂറകളാലും അലങ്കൃതമായിരുന്നു. ദിവ്യോപകരണോപേതം, ദ്യോവിന് ഉതകുന്ന ഉപകരണങ്ങളോട് കൂടിയതും, സർവകാല സുഖാവഹം എല്ലാ കാലാവസ്ഥകളിലും സുഖപ്രദവും, വിചിത്രാഭിഹി നാനാവർണ്ണങ്ങളും ഉള്ള, പട്ടികാഭിഹി പട്ടുനാടകളാലും, പതാകാഭിഹി കൊടിക്കൂറകളാലും അലങ്കൃതമായിരുന്നു ആ ദിവ്യ വിമാനം എന്നർത്ഥം. ദിവ്യമായിരിക്കുന്ന ഉപകരണങ്ങളോട് കൂടിയതും സർവകാലത്തും ഒരുപോലെ സുഖകരവും ചെറുതും വലുതുമായ പലതരം കൊടിക്കൂറകളാൽ അലങ്കരിക്കപ്പെട്ടത്. അപ്പൊ അതിലത്തെ അന്വയം ദിവ്യോപകരണോപേതം സർവകാല സുഖാവഹം വിചിത്രാഭി പട്ടികാഭി പതാകാഭി അലങ്കൃതം. അങ്ങനെയായിരുന്നു. ദിവ്യോപകരണോപേതം സർവകാല സുഖാവഹം വിചിത്രാഭി പട്ടികാഭി പതാകാഭി അലങ്കൃതം. പലതരം ദിവ്യമായിരിക്കുന്ന ഉപകരണങ്ങളോട് കൂടിയതും സർവകാലത്തും ഒരുപോലെ സുഖകരവും ചെറുതും വലുതുമായിട്ടുള്ള പലതരം കൊടിക്കൂറകളാൽ അലങ്കരിക്കപ്പെട്ടതും ആയിരുന്നു എന്നർത്ഥം. ദിവ്യങ്ങളായിരിക്കുന്ന ഗൃഹോപകരണങ്ങൾ നിറഞ്ഞിട്ടുള്ളതും എല്ലാ കാലത്തും സുഖത്തെ ജനിപ്പിക്കുന്നതും വിചിത്രങ്ങളായിട്ടുള്ള പട്ടുതുണികൾ കൊണ്ട് ഉണ്ടാക്കിയ ധ്വജങ്ങളും കൊടികളും കൊണ്ട് അലങ്കരിക്കപ്പെട്ടതുമായിരുന്നു ആ വിമാനം. അപ്പൊ ഇതിലത്തെ വ്യാഖ്യാനം സർവകാല സുഖാവകം, എല്ലാ കാലത്തും സുഖം നൽകുന്ന, എല്ലാ കാലാവസ്ഥയിലും സുഖം നൽകുന്ന, വിചിത്രധ്വജ പതാകാദിഭി അനവധി
വിചിത്രങ്ങളായിരിക്കുന്ന വർണ്ണങ്ങളിലുള്ള ധ്വജപതാകകൾ, പട്ടുകൾ കൊണ്ടും പതാകകളെ കൊണ്ടും അങ്ങനെ അലങ്കരിച്ചിട്ടുള്ള ആ വിമാനം. അങ്ങനെയാണ് ആ വിമാനം. ബാക്കിയുള്ള ശ്ലോകങ്ങൾ അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഹരേ കൃഷ്ണ.